നമസ്കാരം, 7 മണി ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്ന രേഷ്മ. ആദ്യം പ്രധാന വാർത്തകൾ. ലൈംഗിക ആരോപണം CPM ജില്ലാ സെക്രട്ടറിയുടേത് അധിക്ഷേപമെന്ന് ഷാഫി പറമ്പിൽ MP. എയിംസിൽ തർക്കം, സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ BJP. ഓപ്പറേഷൻ നാക്കോറിൽ പ്രതികരണവുമായി അമിത് ചക്കാലക്കൽ. ദുൽഖർ ഇതിൽപ്പെടുന്ന ആളല്ല എന്നും അമിത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിൽ തന്നെ എയിംസ് സ്ഥാപിക്കണമെന്ന നിലപാട് ആവർത്തിക്കുന്ന സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ BJPയിൽ തർക്കം രൂക്ഷമാകുന്നു. സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചു. എയിംസുമായി ബന്ധപ്പെട്ട് BJPയിൽ കഴിഞ്ഞ കുറെ കാലമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത്. പരസ്യ നിലപാട് ആവർത്തിക്കുന്ന സുരേഷ് ഗോപിയെ അടക്കി നിർത്താൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് വിവരം. അടുത്ത ആഴ്ച പ്രധാനമന്ത്രിയെ രാജീവ് ചന്ദ്രശേഖർ നേരിൽ കാണും. BJP സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഈ മാസം 27-ന് കൊല്ലത്തെത്തുന്ന ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദ എയിംസിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ നിലപാട് വ്യക്തമാക്കും. BJPയിലെ പല നിയമസഭാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രകടന പത്രികയിൽ എയിംസ് മണ്ഡലങ്ങളിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കോർ കമ്മിറ്റിയിലടക്കം എയിംസിൽ വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അതിനിടയിൽ ആലപ്പുഴയിൽ തന്നെ എയിംസ് സ്ഥാപിക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സുരേഷ് ഗോപി. ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആലപ്പുഴയിൽ എയിംസ് വേണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ താൻ അത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട് DCC പ്രസിഡന്റ് AD അപ്പച്ചൻ രാജിവെച്ചു. KPCC നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നാണ് സൂചന. രാജി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വീകരിച്ചു. വയനാട്ടിൽ 2 വിഭാഗങ്ങളായി കോൺഗ്രസ് പ്രവർത്തകർ കൊമ്പുകോർക്കുന്നത് സംബന്ധിച്ച് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നേരത്തെ താക്കീത് നൽകിയിരുന്നു. ND അപ്പച്ചന്റെ കീഴിലുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ ചില നടപടികൾക്കെതിരെ IC ബാലകൃഷ്ണൻ MLAയുടെ പക്ഷത്തിലുള്ള നേതാക്കൾ രംഗത്ത് വന്നത് വയനാട്ടിൽ കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ക്ഷീണമുണ്ടാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് DCC പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി തന്നെ വയനാട് DCC പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ജില്ലയിലെ സംഘടനയിൽ വിഭാഗീയതയും തർക്കങ്ങളും മുറുകുന്നതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ KPCCയോട് നിർദ്ദേശിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന വയനാട്ടിലെ കോൺഗ്രസിലുണ്ടാക്കുന്ന പിണക്കങ്ങൾ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതിലെ അതൃപ്തിയും കേന്ദ്ര നേതാക്കൾ KPCC നേതൃത്വത്തോട് സൂചിപ്പിച്ചിരുന്നു. അടുത്തിടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല സന്ദർശനത്തിനിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും DCC നേതാക്കളോട് ഇത്തരത്തിൽ സംഘടനയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് താക്കീത് നൽകിയതിന് പിന്നാലെയാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി ഷാഫി പറമ്പിൽ MP. ഇത് ആരോപണമല്ല, അധിക്ഷേപമാണെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി ഷാഫി പറമ്പിൽ MP. ഇത് ആരോപണമല്ല, അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. പരാമർശങ്ങൾക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല. ഇത് 2026-ലെ CPMന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ എന്ന് നേതാക്കന്മാർ വ്യക്തമാക്കണം. ജില്ലാ സെക്രട്ടറിമാരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കലാണോ തിരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. മാധ്യമങ്ങളോടാണ് ഷാഫിയുടെ പ്രതികരണം. രാഹുൽ മാൻകൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയത്. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കന്മാരും രാഹുലിന്റെ അധ്യാപകരാണെന്നും സുരേഷ് ബാബു പരിഹസിച്ചു. ലൈംഗിക പീഡനം ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് ശക്തമായ നടപടിയെടുക്കണമെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ്. ഇതിനുള്ള ധൈര്യം ഷാഫിക്കുണ്ടാവില്ല. ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി. പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്നും ജില്ലാ സെക്രട്ടറി ചോദിച്ചു. ഒരു സീറ്റെങ്കിലും കൂടുതൽ വേണം. നിതീഷ് കുമാറിന്റെ കണ്ടുപിടുത്തത്തിൽ JDUവിന് 102, BJPക്ക് 101. ബീഹാറിൽ NDA സീറ്റ് ധാരണ അവസാന ഘട്ടത്തിൽ എത്തി.
നിതീഷ് കുമാറിന്റെ കാലങ്ങളായുള്ള കസേരയ്ക്ക് വേണ്ടിയുള്ള കാലുമാറ്റൽ ശ്രമം ഉയർത്തി ചിരാഗ് പസ്വാൻ അനുയായികൾ മുഖ്യമന്ത്രി കസേരയും ലക്ഷ്യം വെക്കുന്നുണ്ട്. മാസങ്ങളായി പസ്വാൻ സമ്മർദ്ദ തന്ത്രം പയറ്റുന്നുണ്ട്. BJPയുമായി അടുപ്പമുണ്ടെങ്കിലും നിതീഷ് കുമാറുമായുള്ള പസ്വാന്റെ ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. പസ്വാൻ 40-ലധികം സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 20-ൽ കൂടുതൽ സീറ്റുകൾ നൽകരുത് എന്നാണ് നിതീഷ് കുമാറിന്റെ JDUവിന്റെ നിലപാട്. കാരണം JDU വോട്ട് ഭിന്നിപ്പിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ BJPക്ക് മേൽക്കൈ നേടിക്കൊടുത്തത് പസ്വാനും കൂട്ടരുമാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷുമായുള്ള ഭിന്നതയെ തുടർന്ന് ചിരാഗ് പസ്വാന്റെ പാർട്ടിയിൽ 135 സീറ്റുകളിൽ തനിച്ച് മത്സരിച്ചിരുന്നു. അന്നൊരു സീറ്റ് മാത്രമേ നേടാനായിരുന്നുവെങ്കിലും വോട്ട് വിഭജനം നിതീഷ് കുമാറിന്റെയും JDUവിനും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. വോട്ട് ചോരിയുമായിട്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ ശക്തമായി പ്രചാരണം നടത്തിയതിനാൽ BJPയും JDUവും വലിയ ആശങ്കയിലാണ്. ബീഹാർ JSRം ഭരണപക്ഷത്തെ ജനങ്ങളിൽ നിന്നും അകറ്റിയിട്ടുണ്ട്. 243 നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിൽ സീറ്റ് നില അനുസരിച്ച് JDUവിനേക്കാൾ മികച്ച ഒറ്റകക്ഷി BJP തന്നെയാണ്. ഇങ്ങോട്ടും മുഖ്യമന്ത്രി കസേര ഉറപ്പായാൽ ചാടാൻ മടിക്കാത്ത നിതീഷ് കുമാറിന്റെ പ്രത്യേക സോഷ്യലിസ്റ്റ് രീതികൾ മുന്നണിയുടെ കെട്ടുറപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു ശേഷമേ സീറ്റ് വിഭജനത്തിൽ NDA നേതൃത്വം പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയുള്ളൂ എന്നും അകത്തള സൂചന നൽകുന്നുണ്ട്. സഖ്യകക്ഷികളെ പിടിച്ചു നിർത്തുന്നതിനൊപ്പം മത്സരിക്കാൻ ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്ന നേതാക്കളെ തടയുകയാണ് ഈ തന്ത്രം ലക്ഷ്യമിടുന്നത്. ബാബരി മസ്ജിദിന്റെ നിർമ്മാണമായിരുന്നു അയോധ്യയിലെ അടിസ്ഥാനപരമായിട്ടുള്ള കളങ്ക പ്രവർത്തനമെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യ വിധി പുറപ്പെടുവിപ്പിച്ചതെന്നും DY ചന്ദ്രചൂഡ് പറഞ്ഞു. NDTV മുൻ മാനേജിംഗ് എഡിറ്റർ ശ്രീനിവാസൻ ജെയിനുമായുള്ള അഭിമുഖത്തിലാണ് തന്റെ വിധികളെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് മറുപടിയായി ചന്ദ്രചൂഡ് ഇക്കാര്യം പറഞ്ഞത്. 1949 ബാബരി മസ്ജിദിന് അകത്ത് രാംലല്ലയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ആ ആരാധനാലയത്തെ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ ഹിന്ദു കക്ഷികൾക്കെതിരെ നിയമ നടപടി എടുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മസ്ജിദിന്റെ നിർമ്മാണമാണ് അടിസ്ഥാനപരമായ കളങ്ക പ്രവർത്തനമെന്ന് ചന്ദ്രചൂഡ് പറഞ്ഞത്. അത് പുരാവസ്തു ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ഏതെങ്കിലും കെട്ടിടം പൊളിച്ചാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവുകളില്ലെന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് മുൻ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. 1991 ആരാധനാലയ സംരക്ഷണ നിയമം മതസ്ഥലങ്ങളുടെ സ്വഭാവം മാറ്റുന്നത് വിലയിരിക്കെ ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ അനുവദിച്ച വിധി പുറപ്പെടുവിച്ചതിന്റെ ന്യായമെന്ത് എന്ന ചോദ്യത്തിന് ഗ്യാൻവാപ്പി സൈറ്റിന്റെ മതസ്വഭാവം അടഞ്ഞ അധ്യായമല്ല എന്നും ഹിന്ദുക്കൾ മസ്ജിദിന്റെ നിലവറയിൽ നൂറ്റാണ്ടുകളായി ആരാധന നടത്തിയിട്ടുണ്ടെന്നും ചന്ദ്രചൂഡ് പറഞ്ഞു. മുസ്ലിം പക്ഷത്ത് നിന്ന് ഈ അവകാശവാദത്തെ നിരന്തരം എതിർത്തിട്ടും ഈ വാദം സംശയരഹിതമായ സത്യമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ AI മോഡലുമായി ചൈനയുടെ അലിബാബ, OpenAIയുടെ GPT-5, ഗൂഗിളിന്റെ Gemini 2.5 Pro, ക്ലോഡിന്റെ Ops 4 തുടങ്ങിയവയുമായി മത്സരിക്കാനാണ് പുതിയ AI മോഡൽ എത്തുന്നത്. ജെമിനിക്കും ChatGPTക്കും 8ന്റെ പണി. പുതിയ AI മോഡലുമായി ചൈനയുടെ അലിബാബ. കമ്പനിയുടെ ഏറ്റവും ശക്തവും നൂതനമായ ലാർജ് ലാംഗ്വേജ് മോഡൽ പുറത്തിറക്കി ചൈനീസ് ഭീമനായ അലിബാബ. OpenAIയുടെ GPT-5, ഗൂഗിളിന്റെ Gemini 2.5 Pro, ക്ലോഡിന്റെ Ops 4 തുടങ്ങിയവയുമായി മത്സരിക്കാനാണ് Qwen 3 Max എന്ന ഈ പുതിയ AI മോഡൽ എത്തുന്നത്. അലിബാബയുടെ Qwen AI മോഡലുകളുടെ സീരീസിലെ ആദ്യ മോഡലാണ് Qwen 3 Max. കമ്പനിയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ മോഡലായ Qwen 3 Maxൽ 1 ട്രില്യണിലധികം പാരാമീറ്ററുകൾ അഥവാ വേരിയബിളുകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അലിബാബ പറയുന്നു. ഒരു AI സിസ്റ്റം വിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുവെന്ന് നിർണ്ണയിക്കുന്ന സാങ്കേതികവിദ്യയാണ് പാരാമീറ്ററുകൾ അഥവാ വേരിയബിളുകൾ. മാത്രമല്ല, കോഡ് ജനറേഷനിലും ഓട്ടോമണസ് ഏജന്റ് കഴിവുകളിലും Qwen 3 Max പ്രത്യേക കഴിവുകൾ കാണിക്കുന്നുവെന്നും അലിബാബ ക്ലൗഡിലെ ചീഫ് ടെക്നോളജി ഓഫീസർ ഷൗജി ഗ്രെയിൻ കമ്പനിയുടെ വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പുതിയ AI സിസ്റ്റത്തിന് ChatGPT പോലുള്ള ഒരു ചാറ്റ് ബോട്ടിനെ അപേക്ഷിച്ച് കുറച്ച് മനുഷ്യ ഇടപെടലുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ഓട്ടോമണസ് ഏജന്റ് കഴിവുകൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ ഉപഭോക്താവ് നിശ്ചിത ലക്ഷ്യത്തിലേക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും നടപടിയെടുക്കാനും കഴിയും. അതായത് ചാറ്റ് ബോട്ടുകൾ ചെയ്യുന്നത് പോലെ നിരന്തരമായ മനുഷ്യ ഇടപെടലിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും കോഡിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള AI മോഡലുകളുടെ കഴിവുകൾ വിലയിരുത്തുന്ന ബെഞ്ച് മാർക്കായ ടൗ2 ബെഞ്ച് പോലുള്ള മൂന്നാം കക്ഷി ബെഞ്ച് മാർക്കുകളിൽ എതിരാളികളെക്കാൾ മികച്ച പ്രകടനം Qwen 3 Max കാഴ്ചവെച്ചതായി അലിബാബ പറഞ്ഞു. ആന്ത്രോപോക്സിന്റെ ക്ലോഡ്, ഡീപ് സീക്ക്, V3.1 തുടങ്ങിയവ ഉൾപ്പെടെയുള്ള എതിരാളികളെക്കാൾ മികച്ച പ്രകടനമാണ് Qwen 3 Max നടത്തിയതെന്നാണ് അലിബാബ പറയുന്നത്.
സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകാൻ സാധ്യത. കനത്ത മഴ കണക്കിലെടുത്ത് 7 ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകാൻ സാധ്യത. കനത്ത മഴ കണക്കിലെടുത്ത് 7 ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത. 3 ദിവസങ്ങളിൽ നിരവധി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 25-27 കാലയളവിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ ഉപരിതല കാറ്റ് ഉണ്ടാകും. ഇതോടെ 7 മണി ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.